ഭാര്യ ഭർത്താവ് മരണപ്പെട്ടാൽ ഖുർആൻ ഓതിയിട്ടിരിക്കണം എന്ന് പറയുന്നത്. ഇദ്ദേഹമൊക്കെ എന്താ ഖുർആൻ ഓതിയിരിക്കാത്തത്? ഇദ്ദേഹം പിറ്റേന്ന് പോയിട്ട് കല്യാണം കഴിക്കുമല്ലോ ഭാര്യമാർ മരിച്ചാൽ. അപ്പോൾ ഈ മറകടപ്പിക്കുക, വെള്ള വസ്ത്രം ധരിക്കുക, ഇനി വേണമെങ്കിൽ പറയും സതിയാനുഷ്ഠിച്ചൊന്നും പറയൂ ഇവർ. ഖുർആൻ്റെതോ ഇസ്ലാമിൻ്റെതോ ഒന്നും പ്രശ്നമല്ല, മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തുന്നത്. പ്രത്യേകമായിട്ട് മുസ്ലിം സ്ത്രീകളെ എങ്ങോട്ട് പോകുന്നുണ്ട്, ഏത് വഴിക്ക് പോകുന്നുണ്ട്, ഇതും തിരഞ്ഞ് നടക്കല ഇവരെ പരിപാടി. ഇവർക്കെല്ലാം പോയിട്ട് ഖുർആൻ ഓതി പള്ളിയിൽ ഇരുന്നൂടെ? ആ പെൺകുട്ടികൾ പറഞ്ഞത് അവർക്ക് ഒരു സദസ്സിലും പോകാൻ പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അതാണ് അവരുടെ ലക്ഷ്യം, ബഹിഷ്കരിക്കുക, ഫത്വ ഉണ്ടാക്കുക. ഇസ്ലാമിൽ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം കപട ഹദീസുകളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. കപട ഹദീസുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളെ ചങ്ങലക്കിടാൻ വേണ്ടി ശ്രമിക്കുന്നത്, തടവിലാക്കാണ് ചെയ്യുന്നത് അവർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ ഒരിക്കലും എന്താ പറയുക മറകടക്കേണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാൻ അനുഭവസ്ഥയാണ്. അപ്പോഴാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്ന് പറഞ്ഞത്, ഒരു പണ്ഡിതൻ, ഇസ്ലാമിക പണ്ഡിതൻ വന്നിട്ടാണ് പറഞ്ഞത്, ഇസ്ലാമിൽ എപ്പോഴും മറ തന്നെയല്ലേ, സാധാരണ വസ്ത്രധാരണയിലൊക്കെ ഇങ്ങനെ മറകടക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഈ മറകടപ്പിക്കുക, വെള്ള വസ്ത്രം ധരിക്കുക, ഇനി വേണമെങ്കിൽ പറയും സതിയാനുഷ്ഠിച്ചൊന്നും പറയൂ ഇവരതും പറയും. ഇവരെല്ലാം ഇപ്പം പിന്തുടരുന്നത് മനുസ്മൃതിയാണ്. അതുകൊണ്ട് അവർ പറയും ഇനി സതിയാനുഷ്ഠിക്കണമെന്നും പറയും. അത് നോക്കട്ടെ, ഇന്നിപ്പം ഭാര്യ ഭർത്താവ് മരണപ്പെട്ടാൽ ഖുർആൻ ഓതിയിട്ടിരിക്കണം എന്ന് പറയുന്നത്. ഇദ്ദേഹമൊക്കെ എന്താ ഖുർആൻ ഓതിയിരിക്കാത്തത്? ഇദ്ദേഹം പിറ്റേന്ന് പോയിട്ട് കല്യാണം കഴിക്കുമല്ലോ ഭാര്യമാർ മരിച്ചാൽ, അന്ന് തന്നെ പോയിട്ട് കല്യാണം കഴിക്കുമല്ലോ, അത് സുഖിക്കാം. സ്ത്രീകളെപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരുന്നോളണം. അപ്പോൾ സ്ത്രീകളെ എപ്പോഴും അടിച്ചമർത്തണം, ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇതൊന്നും ഇനിയുള്ള കാലമൊന്നും നടക്കൂല. ഇവരിങ്ങനെ വെറുതെ പുലമ്പിക്കൊണ്ടേ ഇരിക്കുകയേ ചെയ്യുള്ളൂ. എന്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണോ? ഇവരാണോ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്? ഇവരാണോ എല്ലാവരുടെ കാര്യം നോക്കുന്നത്? ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അവരുടെ മക്കളെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, മറ്റു പല പ്രശ്നങ്ങളുണ്ടാവും. അതിനൊക്കെ അവർക്ക് പുറത്ത് പോകേണ്ടി വരും. ഈ ചങ്ങലക്കിടാനൊന്നും ഇനിയുള്ള കാലം ആലോചിച്ചാൽ നടക്കൂല. ഇവരിങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കും. അതൊക്കെ അങ്ങ് മൈൻഡ് ചെയ്യാതെ വിടുക ചെയ്യേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഖുർആൻ്റെതോ ഇസ്ലാമിൻ്റെതോ ഒന്നും പ്രശ്നമല്ല, മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തുന്നത്. ഭരണഘടനാ വിരുദ്ധമാണ് നടത്തുന്നത്, ഖുർആൻ വിരുദ്ധമാണ് നടത്തുന്നത്. അതല്ലാതെ ഇസ്ലാമിൽ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്. ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൂർണ്ണമായി പാലിക്കുന്നവരാണ് ഇവരൊക്കെ. അതും കൂടി പറയട്ടെ, ഇവരൊക്കെ പൂർണ്ണമായി പാലിക്കപ്പെടുന്നുണ്ടോ? ഇത് പ്രത്യേകമായിട്ട് മുസ്ലിം സ്ത്രീകളെ എങ്ങോട്ട് പോകുന്നുണ്ട്, ഏത് വഴിക്ക് പോകുന്നുണ്ട്, ഇതും തിരഞ്ഞ് നടക്കല ഇവരെ പരിപാടി. ഇവർക്കെല്ലാം പോയിട്ട് ഖുർആൻ ഓതി പള്ളിയിൽ ഇരുന്നൂടെ? ഇത് തിരഞ്ഞെടുക്കുന്ന നേരം കൊണ്ട് സ്ത്രീകൾ എങ്ങോട്ട് പോകുന്നുണ്ട്, സ്ത്രീകൾ പർദ്ദ ഇടുന്നുണ്ടോ, സ്ത്രീകൾ തട്ടമിടുന്നുണ്ടോ, സ്ത്രീകൾ അങ്ങോട്ട് പോകുന്നുണ്ടോ, ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാരിങ്ങനെ സുഖിക്കാൻ പോകുന്നുണ്ടോ? എന്താണിത്? നന്നായി ആഘോഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഭർത്താവ് മരണപ്പെട്ടാൽ അവർ വീട്ടിലിരുന്ന് കരഞ്ഞിരിക്കേണ്ടവരല്ല അവർ ജീവിതം ആസ്വദിക്കണം, ജീവിതം ആഘോഷിക്കണം, എല്ലാ സ്ഥലത്തും പോവുകയും വരികയൊക്കെ ചെയ്യണം. അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല. ഒരു ഇസ്ലാമും അതിൽ പറഞ്ഞിട്ടില്ല തടസ്സം. അങ്ങനെയാണെങ്കിൽ മക്കത്തൊക്കെ പോകാൻ പറ്റും ആളുകൾക്ക്. ആരാധനാ സ്വാതന്ത്ര്യം വിലക്കുന്നുണ്ട് ഇവിടെ. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല, അങ്ങനെ ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരെ പറയുന്നുണ്ട്. ഒരുമിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ബസ്സുകളിലൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? സ്റ്റേറ്റ് ബസ്സുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം, അത് ആണും പെണ്ണും ഇടകലർന്നിട്ടാണ് ഉണ്ടാവാൻ. അവിടെ എന്താ ഭൂകമ്പം സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ ഇതുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ തടവറയിലാക്കാം സ്ത്രീകളെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കാം, എന്നിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാം. അതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. സമുദായത്തിൻ്റെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ആവശ്യമാണ് ഈ പിന്തുടർച്ചാവകാശം, സ്വത്തവകാശം എന്നുള്ളത്. ഭർത്താവ് മരണപ്പെട്ടാൽ സ്വത്ത് കിട്ടാതെ തെരുവിലിറങ്ങുന്ന ഭാര്യയും കുട്ടികളും എൻ്റെ മുമ്പിലുണ്ട്. അവരെ കണ്ണീര് കാണാൻ ഇവർ വരുന്നുണ്ടോ? ഭർത്താവ് മരണപ്പെട്ടാൽ അവർ പോയി എത്രയോ വർഷങ്ങൾ ഈ കുട്ടികളെയൊക്കെ നോക്കി വളർത്തി കഴിഞ്ഞതിന് ശേഷമാണ് അവർ പോകുന്നത്.
അതേ അവസരത്തിൽ തന്നെ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി നിരവധി പെണ്ണുങ്ങൾ കണ്ണീര് കുടിക്കുക, നിരവധി സ്ത്രീകൾ. ഇപ്പം നമുക്ക് പറയാം, ഒരു വീട് ജപ്തി ചെയ്യുന്നുണ്ട്, ബാങ്ക് ലോൺ അടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ. ബാങ്ക് ലോൺ അടച്ചിട്ടില്ലെങ്കിൽ ജപ്തി ചെയ്യുമ്പോൾ അത് വലിയ വാർത്തയാണ്. രാഷ്ട്രീയ പാർട്ടികൾ പോവും, മതസംഘടനകൾ പോവും, സാമ്പത്തികമായി സഹായിക്കേണ്ടവർ പോവും, അതൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ ഭർത്താവ് മരണപ്പെട്ടാൽ, ഉമ്മയും ബാപ്പയും മരണപ്പെട്ടാൽ അവർ കുടിയിറക്കപ്പെടുന്നത് ആരും കാണുന്നില്ല, ആരും കണ്ണീര് കാണുന്നില്ല, ഈ അനാഥരെ കാണുന്നില്ല. ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. ഇവർക്ക് പെണ്ണുങ്ങൾ എവിടെ പോയി, പെണ്ണുങ്ങൾ അവിടെ പോയോ ഇവിടെ പോയോ, ഇത് തെരഞ്ഞ് നടക്കുന്ന പരിപാടിയാണ്. ഇതിനൊക്കെ അറുതി വരുത്തേണ്ട സമയമായിരിക്കുന്നു. അതൊക്കെ ചെയ്യാൻ പറ അവരോട്. അതാണ് ചെയ്യേണ്ടത്. സ്ത്രീകളെ സംരക്ഷിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഈ പിന്തുടർച്ചാവകാശമൊക്കെ പിന്നെ ഏതോ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ഉണ്ടാക്കിയ അതറിയാത്ത അജ്ഞരായവർ ചെയ്തുണ്ടാക്കിയ ഈ പേഴ്സണൽ ലോയും വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. എല്ലാ സമുദായത്തിലും ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാ സമുദായങ്ങളും അത് മാറ്റപ്പെടുത്തി. കാരണം ഇതൊന്നും പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമല്ലാന്ന് കണ്ട് അതൊക്കെ തന്നെ മാറ്റപ്പെടുത്തി. ഇത് നമ്മളത് മാത്രം. ഇപ്പം അംബേദ്കർ ആദ്യം ഹിന്ദു മതത്തിൽ ഈ പ്രശ്നങ്ങളുണ്ടായപ്പം, പിന്തുടർച്ചാവകാശത്തിൻ്റെ പ്രശ്നം ഉണ്ടായപ്പം അംബേദ്കർ ബില്ല് അവതരിപ്പിച്ചിട്ട് അന്ന് ഹിന്ദുമത നേതാക്കൾ തർക്കിച്ചതിൻ്റെ പേരിൽ രാജിവെച്ചിട്ടുണ്ടായിരുന്നു അംബേദ്കർ. പിന്നീട് കാലാനുസൃതമായ മാറ്റം വന്നു, പിന്നീട് ആളുകൾക്ക് ബോധ്യം വന്നു. അങ്ങനെ കോടതിയും ഇടപെടൽ കൊണ്ട് ഒക്കെ ശരിയായി. നമ്മൾ കോടതിയെ കൊടുത്തിട്ട് എത്ര കൊല്ലമായി? സുപ്രീം കോടതിയിൽ കൊടുത്തിട്ട് ഇത്രയും വർഷമായിട്ട് പോലും അതൊന്ന് തൊടാൻ ആരും തയ്യാറാവുന്നില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും പിന്നോക്കം നിൽക്കുകയാണ് ചെയ്തത്. ക്രിസ്ത്യൻ സമൂഹത്തിൽ മേരി റോയ് കേസ് വന്നതിന് ശേഷം ക്രിസ്ത്യൻ സമൂഹത്തിൽ അവകാശം ഒരുമിച്ച് കിട്ടി. ഇനി ഇതെന്തുകൊണ്ടാണ് നമ്മളെ മുസ്ലിങ്ങളിൽ മാത്രം ഇങ്ങനെ ഒരുമാതിരി കാടത്ത സ്വഭാവം കൊണ്ട് നടക്കുന്നത്? പ്രാകൃതമായ രീതിയിലാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അതാണ് ഇവരെ പ്രശ്നം. ഭർത്താവ് മരണപ്പെട്ടാൽ അനാഥമാകുന്ന കുട്ടികളെക്കുറിച്ചും ഭാര്യമാരെക്കുറിച്ചും ഇവർക്ക് ചിന്തയില്ല. അവർക്കെന്ത് സ്വത്ത് കൊടുക്കണമെന്നോ അവരൊരു വീട്ടിലിരുത്തണമെന്നുള്ള ചിന്ത ഇവർക്കില്ല. ഇവർക്കുള്ളത് എന്താ? ഇവർക്കുള്ളത് തലയെ തൊട്ടിട്ടോ അല്ലെങ്കിൽ അവരങ്ങോട്ട് പോയിട്ടുണ്ടോ, അവരേതെങ്കിലും എന്താ പറയുക, ഇന്ന് ഏകദേശം എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട്, പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കഠിനമായ മതം പറയുന്ന സ്ഥലങ്ങളിൽ പോലും, അത്തരം രാഷ്ട്രങ്ങളിൽ പോലും കാലോചിതമായ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ഇവരിങ്ങനെ കരടി വലിക്കുന്നത്. കാരണം എന്താ പറയുക, ഇത്തരം വിഷയങ്ങളിൽ നല്ല ഇവർക്ക് മാറി നിൽക്കണം. ഇങ്ങനെ ഓരോന്നുണ്ടെങ്കിൽ അത് വലിയ ചർച്ച ഉണ്ടാക്കണം. ഇതൊന്നും ഇനിയുള്ള കാലം നടക്കൂല. ഇന്നത്തെ പെൺകുട്ടികളൊന്നും ഇതൊന്നും അനുസരിക്കുകയും ചെയ്യൂല. അതുകൊണ്ട് ഇവരൊക്കെ പോയിട്ട് പള്ളിയിലിരുന്ന് ഖുർആൻ ഇരിക്കാൻ പറ. ഭാര്യമാർ അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി തരുമെന്ന് വിചാരിക്കുകയും ചെയ്യണ്ട. ആ പെൺകുട്ടികൾ പറഞ്ഞ പ്രതികരണം ഉണ്ടല്ലോ, ആ പെൺകുട്ടികൾ പറഞ്ഞത് അവർക്ക് ഒരു സദസ്സിലും പോകാൻ പറ്റുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അതാണ് അവരുടെ ലക്ഷ്യം, ബഹിഷ്കരിക്കുക, ഫത്വ ഉണ്ടാക്കുക. ഫത്വ ഫാക്ടറിയാണ് ഇതൊക്കെ. ഫത്വ എന്തിനൊക്കെ ഫത്വ ഉണ്ടാക്കാൻ പറ്റും അതാണ്. അപ്പോൾ ആ സമൂഹത്തിനിടയിൽ അതൊരു വലിയ വിഷയമാവുമല്ലോ. അതിനു വേണ്ടിയാണ് ഇവർ നടത്തുന്നത്. സ്ത്രീകളെ എങ്ങനെയല്ല ഒതുക്കാൻ പറ്റൂ, അതൊന്നും ഇനി നടക്കില്ല. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ഇന്ന് വിദ്യാസമ്പന്നരാണ്. അവരൊക്കെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ വളരെ മുന്നേറിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? ആ അസ്വസ്ഥതകളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് പള്ളിയിൽ പോയി പള്ളിയിൽ പോയി ഖുർആൻ ഓതി ഇരിക്കാനും, എന്നിട്ട് അത് കഴിഞ്ഞ് പോവാം എവിടെ, അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. അങ്ങനത്തെ കാലഘട്ടമാണ് വരാൻ പോണത്. അല്ലാണ്ട് അവർ ഖുർആൻ ഓതിയിട്ട് അവിടെ ഇരിക്കാനല്ല പറയേണ്ടത്. സ്ത്രീകളെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. പ്രവാചകൻ അങ്ങനെയാണ് ചെയ്തത്. പ്രവാചകൻ ഒരുപാട് സ്ത്രീകളെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. സഹാബി എന്ന വാക്കിന് സഹപ്രവർത്തകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം സഹാബിയത്ത് എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്ത്രീകളെ അംഗീകരിച്ചിരിക്കുന്നത്. എല്ലാ സാമൂഹിക രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും ഒക്കെ തന്നെ പ്രവാചകൻ്റെ കാലത്ത് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം ഇവർക്ക് എന്താ, അപ്പോൾ കഅബയിൽ പോകുന്നു സ്ത്രീ ആണും പെണ്ണുമെല്ലാം ഒരുമിച്ചാണ്. അവിടെ ഒന്നും വിവേചനമില്ല. ഈ കേരളത്തിൽ കുറച്ച് തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന മാതിരി കുറേ ആൾക്കാരുണ്ട്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചിട്ട് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളെ ഇവർക്ക് അടുക്കി വെക്കാൻ പറ്റുമോ? കുറച്ച് ആൾക്കാരെ ഇങ്ങനെ അവഗണിക്കാനോ അവഹേളിക്കാനോ ഒക്കെ പറ്റും. അതിൽ കവിഞ്ഞൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. നിയമപരമായി വേണമെങ്കിൽ നമുക്ക് ഇവർക്കെതിരെ പോകാം. അതിന് രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണ ഉണ്ടാവും, അത് വേറെ കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ അവരെ സംരക്ഷിക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് വേണമല്ലോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ വളരെ
വളരെ ഗൗരവമായി കാണേണ്ട, നിസ്സാരമായി കാണാൻ ഞാൻ പറയുന്നത്. വളരെ വളരെ മോശമാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് പറ്റിയതല്ല ഇത്. ഇത് ആളുകളെ വിചാരിക്കുക ഈ സമുദായം എന്താണ്, സഹോദര സമുദായങ്ങൾ എന്താ വിചാരിക്കുക, ഈ സമുദായം എന്താണ് ഇങ്ങനെ ഇത്രയും പ്രാകൃതമാണോ എന്ന് വിചാരിക്കൂ. അതേ അവസരത്തിൽ പെൺകുട്ടികളൊക്കെ വളരെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വരുന്നുണ്ട്.